ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. ക്വീൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. 6 ഓഫ് പെന്റക്കിൾസ്, 9 of Pentacles, Knight of Cups, Four of Pentacles, King of Cups, Three of Pentacles, the Chariot, Knight of Swords, the Tower. ബോട്ടം വന്നിരിക്കുന്നത് ദ ഡെവിളാണ്. ഒരു നെഗറ്റീവ് എനർജിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ എനർജി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം നല്ലതാവാൻ പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ വളരെയധികം മോശം സമയമായിരിക്കും ആർക്കെങ്കിലുമൊക്കെ. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഡബിൾ എനർജി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വല്ലാത്ത മനപ്രയാസത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ ഐശ്വര്യം കണ്ടിട്ട് ഇവിടെ ക്വീൻ ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന എനർജിയാണ്. പക്ഷെ ഈ ഒരു എനർജി കണ്ടിട്ടാണ് നിങ്ങൾ കുറച്ചുകൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾ അട്രാക്റ്റീവ് ആകുന്നു, കുറച്ചുകൂടി നിങ്ങൾ കഴിവുള്ളവരാകുന്നു, കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോൺഫിഡൻസോടുകൂടി, അതായത് നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്ന എനർജി. ഇതൊന്നും ചില ആൾക്കാർക്ക് സഹിക്കുന്നില്ല. മനസ്സിലായി? നിങ്ങളുടെ ഈ ഒരു ഐശ്വര്യകരമായ ജീവിതത്തിൽ, ഐശ്വര്യപൂർണമായ ഈ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു അസൂയാവഹമായ ദൃഷ്ടിയാണ്. കണ്ടില്ലേ? ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുകയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയധികം അതൊന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായോ? അപ്പോൾ കാരണം നിങ്ങളെ പുകഴ്ത്തി പറയുന്നവരോട് വളരെയധികം ഒന്ന് സൂക്ഷിക്കണം. ഇവിടെ അതുപോലെ തൊട്ടടുത്ത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമയം വളരെയധികം നല്ലതാവും. കാരണം സമയം നിങ്ങൾക്ക് നല്ലതാവും. നിങ്ങൾ കർമ്മയൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നാളുകൾ കൊണ്ട് നിങ്ങൾ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ഇവിടെ നിന്നുമാണ് നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നത്. അപ്പോഴാണ് നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജിയും നെഗറ്റീവ് ദൃഷ്ടികളും പതിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. ഇന്നത്തെ ദിവസം നമുക്കിതാണ് പറയാനുള്ളത്. അടുത്തതായിട്ട് കാരണം ഇവിടെ നിങ്ങൾ സൊസൈറ്റിയിൽ, അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനികളിൽ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളിലോ ഓഫീസുകളിലോ ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് നിങ്ങൾ ഇന്റലിജൻ്റായ ഒരു വ്യക്തിയാണ്. വളരെയധികം ബ്രില്യൻ്റ് ആണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തികൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ചിലർക്ക് അസൂയയും ഉണ്ടാക്കാം. അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാനുള്ള കഴിവാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള എനർജിയിലേക്ക് വരുമ്പോഴാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു അഭിവൃദ്ധി വരുന്നുണ്ട്. കണ്ടില്ലേ? കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ നിങ്ങൾക്കൊരു സന്തോഷകരമായ ദിവസമാണ് ഇന്നെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരാഴ്ചയെങ്കിലും അടുത്ത ഒരു 3 ദിവസത്തിനകമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എനർജി നിലനിൽക്കും. കാരണം സാമ്പത്തികപരമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടില്ലാതിരുന്ന ഒരു സാഹചര്യമാവും നിങ്ങൾക്ക്. വളരെയധികം ബുദ്ധിമുട്ടായിരുന്ന സമയത്തിൽ നിന്ന് നിങ്ങൾ കുറച്ച് മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കാര്യം
സാധ്യമാക്കി എടുക്കാൻ പറ്റും. ആർക്കെങ്കിലും കൊടുക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതിനും നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ അത് സാധനങ്ങൾ വാങ്ങിക്കാനോ എന്തിനെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായി? അതിനുള്ള ഒരു സമയമാണ്. അതും ഒരു ഭാഗ്യ സമയമല്ലേ, അതും വേണമല്ലോ. അപ്പോൾ ഇല്ലാതെ ഇല്ലല്ലോ. അങ്ങനെയാണ്. കാരണം അടുത്തതായിട്ട് 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി സഫലതയാണ് ഇവിടെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികം കൂടുതൽ ലഭിക്കുന്ന എനർജിയാണ്. ഇന്ന് വളരെയധികം നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്. കണ്ടില്ലേ? ഒത്തിരി അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെതായ ഒരു സഫലത ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ ചില ഷോപ്പുകൾ തുടങ്ങാനോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാരം നടത്താൻ അല്ലെങ്കിൽ ബിസിനസ് നടത്താനായിട്ട് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നു, നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് സാധ്യമാണ്. ചിലപ്പോൾ പുതിയ ജോലികൾ ലഭിക്കാം, വിദേശത്ത് പോകാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ വിവാഹം, ആരുടെയെങ്കിലും ഒക്കെ വിവാഹം നടക്കുന്ന എനർജിയും ആകാം ഇവിടെ. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കൊരു മെസ്സേജ് തരാം, അല്ല എങ്കിൽ നിങ്ങളെ കാണാനായിട്ട് വരാം, നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി ആരോ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആർക്കോ നിങ്ങളെ നേരത്തെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന എനർജിയാണ്. അത് നിങ്ങളോട് തുറന്നു പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കാണാനോ ഒക്കെ ഉള്ള സമയമാണ് ഇപ്പോഴെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുവഴിയാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും നിങ്ങളെ വിളിച്ച് സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വളരെ നല്ല എനർജിയാണ്. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെതായ അവസരം വരുന്നുണ്ട്. സന്തോഷിക്കാനുള്ള അവസരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മാനസികമായിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ ഒരു 4 കാർഡ്സിലും അതാണ് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. മനസ്സിന് ചില ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടിയില്ല എന്നുള്ള നിരാശയാണ്. പക്ഷെ നിങ്ങൾക്കിവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരും. ഇനിയും നിങ്ങൾക്ക് അവസരങ്ങൾ വരാനുണ്ട്. പക്ഷെ ചില അവസരങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കാം, അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഇനിയും നിങ്ങൾക്കത് ലഭിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 4 വഴിക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ഫോക്കസ് ചെയ്യണം. കാരണം എവിടെയാണോ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നത്, ഏത് വഴിയിലൂടെയാണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നിരാശ നിങ്ങളുടെ മനസ്സിലുണ്ടോ അതിനെ നിങ്ങൾ കളയണം. എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ നിരാശ ഉണ്ടാകുന്നത് അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നത്, അതിനുള്ള ചാൻസ് വരുന്നത്, ഒരു അവസരം വരുന്നത്. മനസ്സിലായി? അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിവൈൻ ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കൂടുതലായിട്ടും. ഇവിടെ വളരെയധികം ഹൈ എനർജിയിലുള്ള ഒരു വ്യക്തിയാണ്. എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, എന്തിനോ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെയധികം ഇൻഡ്യൂട്ടീവാണ്. നിങ്ങളുടെ പലരുടെയും എനർജിയാണ്. നിങ്ങൾ പലരും വളരെയധികം ഇൻഡ്യൂട്ടീവായിട്ടിരിക്കുന്നു, അതുപോലെ ഹൈ എനർജിയിലിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ കഥായ കാര്യങ്ങൾ നോക്കിക്കണ്ട് നടത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്കിന്ന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. വളരെയധികം സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾക്ക് ചുറ്റിനും പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതൊരു ഡിവൈൻ ലവ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, എന്തോ ഒരു ദൈവികത നിറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, ഇതെനിക്ക് വന്നു ചേരണം, ഞാനിത് അമിതമായി ആഗ്രഹിക്കുന്നു, എനിക്കിത് വന്നു ചേരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൂടിച്ചേർന്ന് നല്ലൊരു ബിസിനസ് തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. എന്തിനു വേണ്ടിയാണ്? മണി കൂടുതലായി ഏൺ ചെയ്യാൻ വേണ്ടി. അപ്പൊ നിങ്ങളിവിടെ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നുണ്ട്, ഒരു ചെറിയൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, അതുമല്ല എങ്കിൽ സാമ്പത്തികപരമായ ആ ഒരു വർധനവ് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ നിങ്ങൾ ഇവിടെ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം അടുത്തായിട്ട് ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് തുടങ്ങി വെച്ചോ അത് നിങ്ങൾ തുടങ്ങിക്കോളൂ. വിജയം നിങ്ങളുടെ പിറകെ ഉണ്ട്. കാരണം ഇവിടെ കണ്ടില്ലേ, ഇവിടെ എങ്ങനെയായാലും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. കുറച്ചുകൂടി നിങ്ങൾ പവർഫുൾ ആയാൽ മാത്രം മതിയാവും. ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ആക്ഷൻ എടുക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് പോസിറ്റീവായിട്ടിരിക്കണം. ഇതിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വേറെ യാതൊരു യോഗ്യത ഇല്ലെങ്കിലും മെന്റലി ഫിസിക്കലി നിങ്ങൾ പവർഫുൾ ആവുക, അതാണ് വേണ്ടത്. മനസ്സിലേക്ക് നിരാശ കൊണ്ടുവരാൻ പാടില്ല. ശ്രദ്ധ മറ്റൊരിടത്തേക്കും പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ സക്സസിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയോ നിങ്ങൾ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ, അല്ലാതെ ഞാനൊരു പരാജയമാണ്, ഇത് ശരിയാകുമോ, മനസ്സുകൊണ്ട് എപ്പോഴും ഡൗട്ട് അടിക്കുകയാണ്. അങ്ങനെ ഡൗട്ട് അടിച്ച് മുന്നോട്ട് പോകാനേ പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെന്റലി സ്ട്രോങ് ആയ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലൈസൻസ് ഒന്നുമില്ല എങ്കിൽ പോലും ഒരു വാഹനം ഓടിച്ച് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള കഴിവാണ് ഇവിടെ. അത് എന്തുകൊണ്ടാണ്? മെന്റലി ഫിസിക്കലി ഒക്കെ സ്ട്രോങ് ആയതുകൊണ്ടാണ്. എന്ന് പറയുന്നത് പോലെ നിങ്ങളും ഇതിനെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് കരുതി നിങ്ങൾക്ക് ശ്രദ്ധ പതറാൻ പാടില്ല. എനിക്കിത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ കൂടുതൽ എനർജറ്റിക് ആവണം, പവർഫുൾ ആവണം, മുന്നോട്ട് വന്നാൽ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുകയുള്ളൂ എന്ന് കരുതി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2-3 പേർ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം വളരെയധികം സക്സസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് എങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിങ്ങൾ അതിന് വേണ്ടി പരിശ്രമിക്കുക. അതിനായിട്ട് നിങ്ങളുടെ സമയം കളയുക. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ വലിയ ഒരു സക്സസിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് ചാരിയട്ട് പറയുന്നത്. ഇവിടെ ഒരു വലിയ സക്സസിലേക്ക് വരികയാണ്. മനസ്സിലായി? ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആർക്കെങ്കിലും ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ചില യാത്രകൾ, എവിടെയെങ്കിലും നിങ്ങൾ എന്തിനെങ്കിലും ആഗ്രഹിച്ചു പോവുകയാണോ അത് നിങ്ങൾക്ക് സാധ്യമാകും. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കൊണ്ടുതരാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇത് എന്ന് കാണുന്നുണ്ട്. സൈക്കിക് എബിലിറ്റി വർദ്ധിച്ചു വരുന്ന സമയം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത് ആക്ഷൻ എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ചിന്തിച്ച് നിൽക്കാനൊന്നും സമയമില്ല, പെട്ടെന്നാണ് ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോഴൊന്നും ശരിയാവണമെന്നില്ല. മനസ്സിലായി? പെട്ടെന്ന് ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ആലോചിക്കണം. ധൃതി പിടിച്ചുള്ള ആക്ഷനും നിങ്ങൾക്ക് ശരിയാവില്ല. അതുകൊണ്ട് ഇവിടെ ധൃതി പിടിച്ച് എന്താ ആക്ഷൻ എടുക്കുന്നത് പോലെയാണ് കാണുന്നത്. മുന്നോട്ട് വരാനുള്ള ധൃതിയുണ്ട് ഇവിടെ. പക്ഷെ അത് അവിടെ കുറച്ചൊന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, എന്നിട്ട് തീരുമാനമെടുക്കൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകും എന്ന് കാണുന്നുണ്ട്. ഇവിടെ അടുത്തായിട്ട് ടവറാണ് വന്നിരിക്കുന്നത്. ഈ ജീവിതത്തിൽ നോക്കി നിൽക്കാൻ എല്ലാം നഷ്ടപ്പെട്ട എനർജി ഉണ്ടാവും പലർക്കും. ഇവിടെ നിന്നാണ് നിങ്ങൾക്കൊരു പരിവർത്തനം വരുന്നത്. ഏറ്റവും വലിയൊരു പരാജയത്തിലിരിക്കുന്ന നിങ്ങളെ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് നയിക്കുന്നത് യൂണിവേഴ്സ് ആണ്. മനസ്സിലായോ? നിങ്ങളിവിടെ ഒരുപാട് നിങ്ങൾക്ക് കരയേണ്ടതായ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടാവണം. ഇവിടെ കണ്ടല്ലേ, ഒത്തിരി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തകർന്ന ഒരു അവസ്ഥ. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആരുടെ മുൻപിൽ നിങ്ങൾ തലകുനിക്കാൻ പോകരുത്. ഇവിടെ നിങ്ങൾക്കൊരു അധപ്പതനം വന്നിരിക്കുന്നു, ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആരുടെയും മുൻപിൽ നിങ്ങൾ തലകുനിക്കാൻ പോകരുത്. എനിക്കതിന് കഴിവുണ്ട്, എനിക്ക് ഇനിയും ഇതിലപ്പുറം, നഷ്ടപ്പെട്ടതിലപ്പുറം നേടിയെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, ഐ ആം കേപ്പബിൾ എന്നാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു വിശ്വാസം നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ഈ പുറമേ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നിങ്ങളെ വളരാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങൾക്കൊരു നല്ല പരിവർത്തനമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഇൻട്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. അത് കാരണം നിങ്ങൾക്ക് ഒത്തിരി സക്സസിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാതെ ഇവിടെ ഈ ഒരു പരാജയം വന്നുവെന്ന് പറഞ്ഞ് ആരോടും കരഞ്ഞുകൂതി നടന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മനസ്സിലായി? ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഒരു വിജയിയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഒരു കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് നിങ്ങൾക്ക് ഐ ആം കോൺഫിഡൻ്റ് എന്ന് പലതവണ പറയാം. മനസ്സിലായോ? അങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. ഇവിടെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം അമ്പേ തകർന്നു പോയിരിക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഐ ആം കോൺഫിഡൻ്റ് എന്ന് പലതവണ നിങ്ങൾക്ക് പറയാം. അങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരൂ. ഇവിടെ നിന്ന് എല്ലാം നിങ്ങൾക്ക് തകർന്നു പോയതെല്ലാം നിങ്ങൾക്ക് ഇതിനപ്പുറത്തായിട്ട് നേടിയെടുക്കാൻ സാധിക്കും. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? നമുക്ക് ഒറാക്കിൾ കാർഡ്സ് ഒന്ന് 2 എടുക്കാവേ. ബോട്ടം വന്നിരിക്കുന്നത് പാഷൻ ഇഗ്നൈറ്റഡ് ആണ്. അപ്പൊ നിങ്ങളുടെ ആവേശം വർദ്ധിച്ചു വരുന്ന ഒരു സമയം കണ്ടില്ല. അപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇനി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഉള്ളിൽ നിന്നും ആവേശമുണ്ടാകുന്നു. എന്തിനാ? ഒരു സക്സസിലേക്ക് പോകാൻ വേണ്ടി, ജീവിതത്തിന്റെ ഒരു തുടക്കത്തിന് വേണ്ടി. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് ആവേശം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ മറ്റു ചക്രാസും ആക്റ്റീവ് ആകുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തികമായാലും ആരോഗ്യമായാലും എല്ലാം വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ആക്സിലറേറ്റഡ് മോഷൻ. ഇവിടെ ഈ ഒരു ടവർ മൊമെന്റിൽ നിങ്ങൾ ഒത്തിരി തകർന്നു പോയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഇരുന്ന് നിങ്ങൾ വിലപിച്ചുകൊണ്ടും മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രകാശം കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രകാശം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ്. നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കും. നമ്മൾ പറഞ്ഞില്ല, ഇവിടെ ഏറ്റവും വലിയൊരു പരാജയത്തിൽ നിന്നാണ് നിങ്ങൾ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് പോകുന്നത്. പക്ഷെ അത് കുറെ കാലം നിങ്ങളുടെ കർമ്മയാണെങ്കിൽ കുറച്ച് കാലം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത്ര വർഷമുണ്ട് കർമ്മ. ഇപ്പോൾ ഒരു 8 വർഷം നിങ്ങൾക്ക് അനുഭവിക്കണമെന്ന് നിൽക്കട്ടെ. പക്ഷെ നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങളെ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് നിങ്ങളുടെ മനസ്സെപ്പോഴും ക്ലിയർ ആക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനുള്ള സാധ്യത നിങ്ങൾക്ക് ആ 8 വർഷത്തിനുള്ള സാധ്യത 4 വർഷമായിട്ട് കുറഞ്ഞു കിട്ടും. മനസ്സിലായി? കർമ്മ കുറഞ്ഞു കിട്ടും. അല്ല, നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കുക തന്നെ വേണം. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയില്ല. അപ്പൊ നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ അനുഭവിച്ചേ തീരൂ. പക്ഷേ നിങ്ങൾക്കതിന് സമയം കുറച്ച് കിട്ടും. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് നേരത്തേക്ക് അല്ലെങ്കിൽ ദീർഘസമയത്തേക്ക് നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് ദൈർഘ്യം കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾ പേഷ്യൻസോടുകൂടി ഇരിക്കുക. മനസ്സിലായോ? ഇത് വരാൻ വേണ്ടി നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളിലേക്കൊരു നന്മ വരാൻ വേണ്ടി, ഒരു സക്സസ് വരാൻ വേണ്ടി നിങ്ങൾ ക്ഷമയില്ലാത്തവരാകരുത്. അക്ഷമരാവേണ്ട കാര്യമില്ല. ധൃതി പിടിച്ച് വെപ്രാളം പിടിച്ച് എനിക്കത് വന്നില്ല, അത് വന്നില്ല, മറ്റേത് മറിച്ചത്, ഇതൊന്നും പാടില്ല. നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കൂ. അത് നിങ്ങളിലേക്ക് വരും. കാരണം ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അവിടെ നിങ്ങൾ കുറച്ച് ക്ഷമ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ക്ഷമിച്ചിരുന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന? റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡാണ്. നമ്പർ 3 ആണ്. നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം വരുന്ന സമയം. മനസ്സിലായി? ഇവിടെ നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ലഭിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അർഹതയ്ക്കുള്ള അംഗീകാരം നിങ്ങളെ തേടി വരുമെന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ ഈ കഴിവിനനുസരിച്ച് നിങ്ങളെ ആരും അംഗീകരിച്ചില്ല ഇതുവരെയും. പക്ഷെ ഇനി ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ലഭിക്കാൻ പോകുന്നു. നിങ്ങളെ അംഗീകരിക്കാൻ പോകുന്നു മറ്റുള്ളവർ. നിങ്ങൾ നല്ല കഴിവുള്ളവരാണ്, നിങ്ങൾ സത്യസന്ധരാണ്. ഇതൊക്കെ നിങ്ങളുടേതായ ആ പ്രവൃത്തികളെ നിങ്ങൾ സ്വയം ന്യായീകരിക്കാതെ തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കി നിങ്ങളെ അഭിനന്ദിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പറയേണ്ട കാര്യമില്ല, മറ്റുള്ളവർക്കത് മനസ്സിലായിക്കോളും. കാരണം എന്താണ്? സമയം നന്നായി വരികയാണ്, കർമ്മ തീരാറായിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.